ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ടാറ്റ അങ്ങനെ ഫൈനലി അവരുടെ പുതിയ അൾട്രോസ് ഫേസ് ലിഫ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ വാഹനം ഇതിനു മുന്നേ ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ലീക്കായി വന്നതുണ്ടായിരുന്നു. ടാറ്റ തന്നെ ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റിവീൽ അവർ ആദ്യം പറഞ്ഞത് ഡേറ്റിൽ നിന്ന് കുറച്ച് മാറിപ്പോയെങ്കിലും എന്തായാലും വണ്ടി അവർ കാണിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം അറിയാം. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തരാം. ഇതിൻ്റെ എക്സ്റ്റീരിയർ അതുപോലെ ഇൻറ്റീരിയറിൽ വരുന്ന ഫീച്ചേഴ്സും പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ടാറ്റ മിസ് ഔട്ട് ആക്കി കളഞ്ഞത് എന്നുള്ള കാര്യങ്ങളും അതുപോലെ ഇതിനകത്ത് വരുന്ന പവർ ട്രെയിൻ ഓപ്ഷൻസ്, എഞ്ചിൻ ഓപ്ഷൻസ് അതൊക്കെ ഏതാണെന്നുള്ള. എക്സ്റ്റീരിയർ നോക്കാനാണെങ്കിൽ നമുക്ക് LED ഹെഡ്ലൈറ്റ്സ് കിട്ടുന്നുണ്ട്, അതുപോലെ LED DRLs കിട്ടുന്നുണ്ട്, LED ഫോഗ് ലാംപ്സ് കിട്ടുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി വ്യത്യസ്തമായിട്ടുള്ള പുതിയ ലൈറ്റിംഗ് സെറ്റപ്പാണ് വരുന്നത്, പഴയ വണ്ടിയായിട്ട് ബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ പുറത്ത് നമുക്ക് മിറർ പുതിയതാണ്, അതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. 360 ക്യാമറയുടെ മൗണ്ട് താഴെയുണ്ട്. പിന്നെ ഇതിൻ്റെ അലോയ് വീൽസ് പുതിയതാണ്, അതും 16 ഇഞ്ച് വീൽസ് തന്നെയാണ് വരുന്നത്. എനിക്ക് പേഴ്സണലി പഴയ ഡിസൈൻ ആയിരുന്നു കുറച്ചും കൂടി ഇഷ്ടം. ഇതിപ്പോൾ ഒരു കൈൻഡ് ഓഫ് എയറോ ഡിസൈൻ പോലെയായി, പക്ഷേ എന്നാൽ എയറോ ആണോ എന്ന് ചോദിച്ചാൽ എയറോ അല്ല. അതുപോലെ റിയർ ഡിസൈൻ ആണെങ്കിൽ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ബമ്പറിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. പിന്നെ ആ ഒരു ടെയിൽ ലാംപ്സിൻ്റെ എലമെൻസും സാധനങ്ങളൊക്കെ അവർ കുറച്ച് മാറ്റിയിട്ടുണ്ട്. മൊത്തം LED ആക്കിയിട്ടുണ്ട്. നേരത്തെ ഹാലജൻ അതായത് ഒരു സ്മോക്ഡ് ഫീൽ കിട്ടുന്ന ടെയിൽ ലാംപ്സ് ആയിരുന്നു. ഇനി ഇൻറ്റീരിയർ നോക്കാനാണെങ്കിൽ ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് 10.25 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം, 10.25 ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പിന്നെ ടാറ്റയുടെ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്, ക്രൂസ് കൺട്രോൾ, അതുപോലെ സ്റ്റിയറിംഗ് മോണർ ഓഡിയോ കൺട്രോൾസ്, പിന്നെ ഓട്ടോ AC വിത്ത് നമ്മുടെ ടച്ച് പാഡ് അങ്ങനത്തെ സാധനങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് സൺറൂഫ് അവൈലബിൾ ആണ്, വയർലെസ് ഫോൺ ചാർജർ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. ഡാഷ്ബോർഡിലോട്ട് നോക്കാനാണെങ്കിൽ കുറേയൊക്കെ സിമിലർ ആണ്, താഴത്തെ പോർഷൻ ഫുൾ സെയിം ആണ്. ആകെപ്പാടെ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു മുകളിലത്തെ പോർഷനിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അകത്ത് വരുന്ന കുറച്ച് കളർ തീമിലും കാര്യങ്ങളിലൊക്കെ അവർ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗിയർ ഷിഫ്റ്റ് നോബ്, അതായത് ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് നമ്മുടെ നെക്സോൺ അതുപോലെ ഹാരിയർ തുടങ്ങിയ വണ്ടികളുടെയൊക്കെ ഫേസ് ലിഫ്റ്റിൽ വന്ന ആ ഒരു സെയിം നോബ് തന്നെയാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ കിട്ടുന്നത്. സോ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ അവർക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് സുഖമായിട്ട് കൊടുക്കായിരുന്നു, അതവർ കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ എഡാസും കൈൻഡ് ഓഫ് കൊടുക്കാമായിരുന്നു, കാരണം ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളും എഡാസ് വരുന്നൊരു കാലമാണ്. നമ്മുടെ ഈ അടുത്ത് വന്ന് കേടെ സിറോസിൽ ഉണ്ടായിരുന്നു. സംഭവം അത്രയും യൂസ്ഫുൾ അല്ലെങ്കിൽ പോലും പറഞ്ഞു വരുമ്പം വേണമെങ്കിൽ ഫീച്ചേഴ്സായിട്ട് എടുത്ത് പറയാം. അതുപോലെ ടാറ്റയുടെ 12.3 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം വേണമെങ്കിൽ കൊടുക്കായിരുന്നു. ഇതിപ്പോൾ ഒരു പ്രീമിയം ഹാച്ച് പാക്ക് ആയിട്ടൊക്കെ പറയുന്ന വണ്ടിയാണല്ലോ. നെക്സോണിൽ അതില്ല, ബട്ട് സ്റ്റിൽ നെക്സോണിൻ്റെ EVയിൽ അത് അവൈലബിൾ ആണ്. എന്തായാലും ഇതാണ് എനിക്ക് തോന്നിയത്. വെന്റിലേറ്റഡ് സീറ്റ്സ് തീർച്ചയായും അവർ കൊടുക്കണം എന്നെനിക്ക് തോന്നിയൊരു കാര്യമായിരുന്നു. അതിപ്പോൾ ഇപ്രാവശ്യം കൊടുത്തിട്ടില്ല. പിന്നെ വ്യത്യാസം വന്നിരിക്കുന്ന സീറ്റ്സിൻ്റെ ഡിസൈനിലാണ്. അതൊരു ഗോൾഡ് ആൻഡ് ബേജിൻ്റെ കളർ തീമിലോട്ട് പോയിട്ടുണ്ട്. സീറ്റ്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സീറ്റ്സ് ആണ്. കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കുഷനിയായിട്ടും കംഫർട്ടബിൾ ആയിട്ടൊക്കെ തോന്നും. ഡ്യുവൽ ടോണും പിന്നെ അതിന് ഫിനിഷും ഒക്കെ അത്യാവശ്യം പ്രീമിയം ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് ഇപ്പോഴും വരുന്നത്. ഫ്രണ്ടിലും 2 എണ്ണം തന്നെയാണ് അഡ്ജസ്റ്റബിൾ ഉള്ളത്. പിന്നെ ബാക്കിൽ 3-point സീറ്റ് ബെൽറ്റ്സ് 3 അവൈലബിൾ ആണ് എന്ന് മാത്രം. ഇനി ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് വേരിയൻസ് നോക്കാം. 5 വേരിയൻസ് ആണ് ഈ വാഹനത്തിൽ മെയിനായിട്ട് വരുന്നത്. സ്മാർട്ടാണ് സ്റ്റാർട്ടിംഗ് മോഡൽ, അതിന് മുകളിൽ പ്യുവർ ഉണ്ട്, അതുപോലെ ക്രിയേറ്റീവ് ഉണ്ട്. പിന്നെ അക്കംപ്ലിഷ്ഡ് S എന്ന് പറഞ്ഞ മോഡലും അക്കംപ്ലിഷ്ഡ് പ്ലസ് S എന്ന് പറഞ്ഞ മോഡലും ഉണ്ട്. ഇതിനകത്ത് പ്യുവറിലും ക്രിയേറ്റീവിലും ഒക്കെ നമുക്ക് സൺറൂഫ് ഓപ്ഷണലായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അഡീഷണൽ പൈസ കൊടുക്കുകയാണെങ്കിൽ സൺറൂഫ് കിട്ടും. ബേസ് മോഡൽ കിട്ടില്ല. ബാക്കി എല്ലാ വേരിയൻസിലും സൺറൂഫ് തീർച്ചയായും അവൈലബിൾ ആണ് എന്നാണ് ടാറ്റ പറയുന്നത്. പിന്നെ വേരിയൻസിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് നോക്കാം. എനിക്ക് ക്രിയേറ്റീവും അതുപോലെ അക്കംപ്ലിഷ്ഡ് എസ്സും അത്യാവശ്യം നല്ല വേരിയൻസ് ആയിട്ട് തോന്നി. അക്കംപ്ലിഷ്ഡ് പ്ലസ് എസിൻ്റെ അകത്ത് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പക്ഷേ അത് ഈ കണക്റ്റഡ് കാർ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. IRAയുടെ ഫീച്ചേഴ്സ്, പിന്നെ എയർ പ്യൂരിഫയർ, SOS കോളിംഗ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. കാരണം ബാക്കി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ താഴത്തെ വേരിയൻസിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. 16 ഇഞ്ച് അലോയ് വീൽസും നമുക്ക് ഇതിൻ്റെ താഴത്തെ വേരിയൻറ്റ് മൂലം അവൈലബിൾ ആണ്. 360 ക്യാമറയും അവർ ക്രിയേറ്റീവ് മോഡൽ മൂലം തന്നെ കൊടുക്കുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ പക്ഷേ അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ്സിലേ ഉള്ളൂ. അത് വേണമെങ്കിൽ താഴത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യാമായിരുന്നു. ചിലപ്പം 10.25 ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എനിവേ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസ് അതുപോലെ എഞ്ചിൻ ഓപ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കിടക്കാം. 2 എഞ്ചിൻ ഓപ്ഷൻസ് മാത്രമേ ഇപ്രാവശ്യം അവർ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ 1.2 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, നേരത്തെ ഉണ്ടായിരുന്ന സെയിം പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. 86 PS പവറാണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെയുള്ളത് അതിൻ്റെ തന്നെ CNG മോഡലാണ്. ഏകദേശം 76 PS അടുത്താണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. അത് ഫാക്ടറി ഫിറ്റഡ് ICNG ടെക്നോളജിയിൽ വരുന്ന വണ്ടിയാണ്. ബൂട്ട് സ്പേസ് 280 ലിറ്റേഴ്സ് ആവും. പക്ഷേ ഡ്യുവൽ സിലിണ്ടർ ടെക്നോളജി ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ബൂട്ട് സ്പേസ് കുറയുന്നുമില്ല. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതൊക്കെ പണ്ടേ ഉണ്ടായിരുന്ന സാധനമാണ്. പിന്നെ നമുക്ക് ഡീസൽ എഞ്ചിൻ കിട്ടുന്നുണ്ട്. 1.5 ലിറ്റർ ടർബോ ഡീസലാണ്. 90 bhp തന്നെ ഉള്ളൂ. അതിലൊന്നും ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന ടർബോ പെട്രോൾ എന്തായാലും ഇപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനിപ്പം മിക്കവാറും കുറച്ച് കാലം കഴിയുമ്പം അൾട്രോസ് റേസർ എന്ന് പറഞ്ഞ മോഡലായിട്ട് അവർ പുതിയൊരു വേർഷനിൽ ഇറക്കാനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരുപക്ഷെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് അവൈലബിൾ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അവരുടെ 12.25 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം അതിൻ്റെ അകത്ത് കൊടുത്തേക്കാം. കാരണം ടാറ്റ ഈ കുറച്ച് കാലം കഴിയുമ്പോൾ വണ്ടിയുടെ ഇൻട്രസ്റ്റ് പോകുന്ന സമയത്ത് പുതിയൊരു മോഡൽ ഇറക്കിയിട്ട് അതിൻ്റെ അകത്ത് കൂടുതൽ ഫീച്ചേഴ്സ് കൊടുത്ത് അങ്ങനെ ഒരു പരിപാടി ടാറ്റയ്ക്കുണ്ടല്ലോ.
അപ്പോൾ ചിലപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു മോഡലായിരിക്കാം അത്. എന്തായാലും ഡാർക്ക് എഡിഷൻ അൾട്രോസിൻ്റെ അവർ ഇപ്പോൾ അനൗൺസ് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഉണ്ടെങ്കിൽ ഞാൻ താഴത്തെ കമൻറ്റിൽ എവിടെയും കൊടുത്തേക്കാം. ബാക്കി പ്രൈസിങ്ങൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 6.89 lakhs വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പെട്രോൾ മാനുവൽ ആണ് എന്നുണ്ടെങ്കിൽ മാക്സിമം 9.99 lakhs വരെയാണ് പോകുന്നത്. അതുപോലെ ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്യുവർ മോഡൽ മുതലാണ് 8.99 lakhs ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഡീസൽ നമുക്ക് 3 വേരിയൻസിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. മാക്സിമം 11.29 lakhs വരെ അതും പോകുന്നുണ്ട്. പിന്നെ പെട്രോൾ ആണെങ്കിലും മാനുവൽ നമുക്ക് അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് ടോപ്പ് മോഡൽ കിട്ടുന്നില്ല, അക്കംപ്ലിഷ്ഡ് എസ് വരെ ഉള്ളൂ. ടോപ്പ് മോഡൽ കിട്ടുന്ന ആകപ്പാടെ പെട്രോൾ DCTയിൽ മാത്രമാണ്. ആ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ആണെങ്കിലും പെട്രോൾ നമുക്ക് 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് AMTയിലും അവൈലബിൾ ആണ്. CNG നമുക്ക് മാനുവൽ ഓട്ടോമാറ്റിക് അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പെട്രോൾ DCT അത് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് ടോപ്പ് ആൻഡ് 3 വേരിയൻസിലാണ്. അത് സെയിം 1.2 NA എഞ്ചിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് ഇനി അത്രയും DCT വേണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. 10.3 സ്റ്റാർട്ട് ചെയ്ത് 11.49 lakhs DCTയുടെ പ്രൈസ് പോകുന്നത്. പിന്നെ ഇതിന് മുന്നേ പെട്രോൾ AMT ഇല്ലായിരുന്നു, അത് ഒരു പ്രാവശ്യം പുതിയതായിട്ട് കൊണ്ടുവന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും കാലത്ത് അൾട്രോസിൽ ഒരു ഓട്ടോമാറ്റിക് കൊടുത്തിട്ടില്ലായിരുന്നു. അതിന് പകരമാണ് ഇപ്പം നമുക്കൊരു ഇച്ചിരി ബഡ്ജറ്റ് ഓഫറിംഗ് ആയിട്ട് ഒരു AMT കൊടുത്തിരിക്കുന്നത്. കൊടുക്കുകയാണെങ്കിൽ DCA എന്നുള്ള രീതിയിലായിരുന്നു ടാറ്റ ഇരുന്നത്. എന്തായാലും 8.29 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് 9.65 lakhs വരെ പ്രൈസും പോകുന്നുണ്ട്. അത് നമുക്ക് ക്രിയേറ്റീവ് എസ് വരെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ മുകളിലത്തെ 2 വേരിയൻസിലേക്ക് പെട്രോൾ AMT ട്രാൻസ്മിഷൻ കിട്ടുന്നില്ല, പക്ഷേ DCT എന്തായാലും കിട്ടും. ബഡ്ജറ്റ് ഓഫറിംഗ് ആണല്ലോ, അപ്പോൾ പിന്നെ ടോപ്പ് എൻഡ് എടുക്കുന്ന ആൾക്കാർ DCT തന്നെ എടുക്കട്ടെ എന്നൊരു വിചാരിച്ചാണ്. DCA എന്നാണ് ടാറ്റ ഇതിനെ വിളിക്കുന്നത്, അതായത് ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്, അത്രേ ഉള്ളൂ. ഓവറോൾ വണ്ടി എങ്ങനെയുണ്ട്, പ്രൈസൊക്കെ കമ്പയർ ചെയ്തൊക്കെ നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ഒരു ഇത്തിരി കൂടുതലാണ് ബലേനോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം. കാരണം ബലേനോയുടെ ടോപ്പ് എൻഡ് നമുക്ക് 9.5 lakhs ആ റേഞ്ചിലാണ് ടോപ്പ് എൻഡ് എക്സ്ഷോറൂം മാനുവലിന് നിൽക്കുന്നത്. ഇതിൻ്റെ പക്ഷേ 9.99 ആണ് നമ്മുടെ അക്കംപ്ലിഷ്ഡ് എസിൻ്റെ തന്നെ പ്രൈസ്. അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് പിന്നെ മാനുവൽ ഇല്ലല്ലോ, DCTയിൽ മാത്രമേ ഉള്ളൂ. ബലേനോ പക്ഷേ നമുക്ക് AGS അതായത് AMTയിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഓഫറിംഗ് ആണ്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. ടർബോ പെട്രോൾ പിന്നെ ആരും വാങ്ങാത്തതുകൊണ്ടാണ് അവരെടുത്ത് കളഞ്ഞതെന്ന് പറയാം. അതുകൊണ്ട് അതിലിപ്പോൾ ഒരുപാട് ആൾക്കാർ കുറ്റം പറയും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കൂടുതലും ആൾക്കാർക്ക് വണ്ടിക്ക് പവറില്ല എന്ന് തോന്നിയിരുന്ന ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ടാറ്റ വണ്ടി ഇറക്കിയ സമയത്ത് ആരും വാങ്ങിയില്ല ടർബോ പെട്രോൾ. ആദ്യം ടർബോ ഇറക്കി ഫ്ലോപ്പായി, അത് കഴിഞ്ഞ് പിന്നെ റേസർ ഇറക്കി, അതും ആർക്കും വേണ്ടാണ്ടായി, ആരും വാങ്ങിയില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി വണ്ടി നമുക്ക് കീബോർഡ് വാരിയേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാതെ ജനറൽ പബ്ലിക്കിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാം എന്നൊരു വിചാരിച്ച് കാണുമായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് പതുക്കെ കുറഞ്ഞു തുടങ്ങുമ്പോൾ എന്തായാലും റേസർ മോഡൽ വരുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ഓളം വേണമല്ലോ. ഇനി റേസർ വന്നില്ലെങ്കിൽ അതിന് മുന്നേ ഡാർക്ക് എഡിഷൻ വരും, അത് കഴിഞ്ഞ് റേസർ വരും, അങ്ങനെ പല വേരിയൻസും വന്നുകൊണ്ടിരിക്കും. ടാറ്റയുടെ ഒരു മെയിൻ ജീവിത മാർഗ്ഗം എന്ന് പറയുന്നത് അതാണ്. അതായത് വണ്ടിയുടെ ഇൻട്രസ്റ്റ് പറയുമ്പം സ്പെഷ്യൽ എഡിഷൻ ഇറക്കുക എന്നുള്ളത്. അതിപ്പോൾ കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. എനിവേ ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. നമ്മളിപ്പോൾ 1 lakh എടുത്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കത് പെട്ടെന്ന് ആക്കണമല്ലോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.